ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടു. പൈനാവ് സ്വദേശികളായ അന്നക്കുട്ടി, മകൻ ലിൻസ് എന്നിവർ താമസിക്കുന്ന വീടുകൾക്കാണ് തീയിട്ടത്. അന്നക്കുട്ടിയുടെ വീടിന് പൂർണ്ണമായും, ജിൻസിന്റെ വീടിന് ഭാഗികമായും തീപിടിച്ചു. അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് കഴിഞ്ഞ ദിവസം മകളുടെ ഭർത്താവ് സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ്, എന്താണ് ഇത്തരത്തിലൊരു ക്രൂര സംഭവത്തിലേക്ക് നയിച്ചത്? കഴിഞ്ഞ ദിവസം പൊള്ളലേറ്റ അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ആരോഗ്യനിലയും എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് രഞ്ജിത്താണ് അതുല്യ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത് ഈ കുടുംബ വഴക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാകാം എന്നതാണ് ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ വീട്ടിൽ 2 വീടുകളിലും ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലാണ് ഈ തീയിട്ടിരുന്നത്. 2 വീടുകളിൽ ഒന്ന് പൂർണ്ണമായും ഒന്ന് ഭാഗികമായും കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെട്രോൾ ഒഴിച്ച് ഈ മകളുടെ ഭർത്താവ് സന്തോഷ് തീ കൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടാവുകയും വീട് കത്തിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സന്തോഷ് തന്നെയാണോ ഇതിന് പിന്നിൽ എന്നതിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ വീട്ടിൽ ആളില്ലായിരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി. എന്നാൽ വീട്ടുപകരണങ്ങളടക്കം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിലെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഈ 2 വീടുകളിലൊന്ന് അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഇതിനകത്തെ വീട്ടുപകരണങ്ങളും ഇതോടൊപ്പം തന്നെ നശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ജിൻസിന്റെ വീട് ഭാഗികമായി കത്തിയിട്ടുണ്ട്. ഇതിനകത്തും വ്യാപകമായി തന്നെ വീട്ടുപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, അതുല്യ. ശരി, പൈനാവ് സ്വദേശികളായ അന്നക്കുട്ടിയുടെയും മകൻ ലിൻസ് എന്നിവരും താമസിക്കുന്ന വീടുകൾക്ക് തീയിട്ടിരിക്കുകയാണ്. വീട്ടിൽ ആളുകളില്ലാതിരുന്നതാൽ വൻ ദുരന്തം ഒഴിവായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാട്.